ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ അമ്മയുടെ കൂടെ ഒരു ലഞ്ചാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ മീൻ വന്നപ്പോൾ നല്ല ഫ്രഷ് ചാള ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മത്തിയും ചാളയൊക്കെ കിട്ടുമ്പോൾ അമ്മ കുരുമുളകൊക്കെ ഇട്ടിട്ടൊന്ന് വറ്റിച്ചെടുക്കും. അതൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇന്ന് എന്തായാലും അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മീനൊക്കെ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്, ഒന്ന് വരഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്ത് കുറച്ച് പുളി ചേർക്കണം. അപ്പോൾ അതിനായിട്ടൊരു നെല്ലിക്ക വലുപ്പത്തിനുള്ള അത്രയും പുളി ഒരു ബൗളിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാം. പുളിയുടെ അളവൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാവേ. പിന്നെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെളുത്തുള്ളി ചേർക്കണം. അപ്പോൾ ഒരു 15-20 അല്ലി വെളുത്തുള്ളി, ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി, കുറച്ച് പച്ചമുളക് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 1/2 കിലോയിൽ കൂടുതൽ മീൻ വരും കേട്ടോ, ഒരു 15-20 എണ്ണമൊക്കെ വരും. ആദ്യം ഈ മീനിൽ നമുക്ക് കുറച്ച് പൊടികളൊന്ന് പുരട്ടി വെക്കാം. അപ്പോൾ ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 2-2.5 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് പുരട്ടി വെക്കാം. കുരുമുളകിൻ്റെയൊക്കെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാവേ. പുരട്ടിയിട്ട് ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. ഒരുപാട് സമയം അങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. അടുത്തതിന് ഇതിന് വേണ്ട സവോളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. ഒരു വലിയ സവോള കനം കുറച്ച് അരിഞ്ഞത്, പിന്നെ ഒരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി ചതച്ചും വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനോ മൺചട്ടിയോ എന്തെങ്കിലും വെച്ച് അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ടു, 1/4 ടീസ്പൂൺ ഉലുവ, 2-3 വറ്റൽമുളക്, പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച സാധനങ്ങൾ ഇഞ്ചി ഒഴിച്ച് ബാക്കിയെല്ലാം ഇപ്പോൾ ഇടുവാണ് കേട്ടോ. സവോള, വെളുത്തുള്ളി ഓരോന്നും ഒരു 2-3 പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാൽ മതി. പച്ചമുളക് ഞാൻ പറഞ്ഞ പോലെ ഒരു 5-6 എണ്ണം എടുത്തിട്ടുണ്ട്. ഒരു വലിയ തക്കാളി, ഇത്രയും ചേർത്തിട്ട് ആദ്യം നല്ല പോലെ വഴറ്റി കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം വഴറ്റി ഒന്ന് സോഫ്റ്റായി വന്നതിന് ശേഷമാണ് ഇഞ്ചി ചേർക്കുന്നത്. അമ്മ എപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം ഇഞ്ചി ചതച്ച് ഇടുന്നത് കൊണ്ട് ആദ്യം തന്നെ ഇട്ട് വഴറ്റി കഴിഞ്ഞാൽ ചട്ടിയിൽ പിടിക്കും, അതായത് പെട്ടെന്ന് അടിയിൽ പിടിക്കുന്ന അമ്മ പറയുന്നത്. അപ്പോൾ ആദ്യം ഈ സവോളയും തക്കാളിയും ഒക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് വാടി കഴിഞ്ഞതിന് ശേഷം ഇഞ്ചി ഇടത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് ആയി കഴിയുമ്പോൾ ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കുക. ഏകദേശം ഒരു 2 ടീസ്പൂണോളം വരും കേട്ടോ. അതും കൂടി ഇട്ട് നല്ലപോലെ ഒന്നും കൂടി വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഇത് ചെറിയ തീയിൽ നമുക്ക് അടച്ചു വെക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ഈ സവോള അത്യാവശ്യം നന്നായിട്ട് ഒന്ന് വാടും. ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ, കരിഞ്ഞു പോരുത്. ചെറിയ തീയിൽ തന്നെ വെക്കുകയും വേണം. അപ്പോൾ ഈ ഒരു പരുവത്തിലായി കഴിയുമ്പോൾ കണ്ടില്ലേ, തക്കാളിയും സവോളയൊക്കെ നല്ലപോലെ ഒന്ന് വാടി. നമ്മൾ പുരട്ടി വെച്ച മീന് ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ആ ചട്ടിയുടെ താഴെ സവോള എല്ലാം ഇങ്ങനെ ഒന്ന് നിരത്തി വെച്ചിട്ടുണ്ട്, കാണുമ്പോൾ അറിയാലോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ വേണം ഈ മീന് വെച്ച് കൊടുക്കാൻ. ഇതിനകത്ത് ഇനി വേറെ മസാല ഒന്നും ചേർക്കില്ല കേട്ടോ. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഈ മീനിൽ കുറച്ച് ഉപ്പേ ചേർത്തിട്ടുള്ളെങ്കിൽ സവോള വഴറ്റുമ്പോൾ അതിനകത്തും കൂടി കുറച്ച് ഉപ്പിടണം. ഞാൻ ആ മാരിനേറ്റ് ചെയ്തപ്പോൾ മീനിൽ അത്യാവശ്യം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ സവോളയിൽ ഇടാത്തത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. ഇനി ഇതിൽ നമ്മൾ എടുത്തു വെച്ച പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഏകദേശം 1/2 കപ്പ് പുളിവെള്ളം വരും. നേരത്തെ പറഞ്ഞ പോലെ പുളിയുടെ അളവ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം. പിന്നെ അതിന് വേറെ വെള്ളം ചേർക്കണ്ട. ഈ പുളിവെള്ളവും പിന്നെ ഈ മീനിന്ന് കുറച്ച് വെള്ളം വരും. ഇപ്പം മത്തിയോ ചാളയൊക്കെ ആണെങ്കിൽ അതിനകത്ത് കുറച്ച് നെയ്യും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ വന്നിട്ട് ആ ഒരു ഗ്രേവിയിൽ തന്നെ ഈ മീൻ വെന്ത് കിട്ടും. നമ്മൾ തിരിച്ചിടുകയും വേണ്ട. നിങ്ങൾക്ക് കാണുമ്പോൾ ഇത് മുകളിലൊക്കെ പച്ചയായിട്ടിരിക്കത്തില്ലേ, കറക്റ്റായിട്ട് വേവോന്ന് തോന്നുമായിരിക്കും. പക്ഷെ അങ്ങനെ ഒരു പ്രശ്നം വരത്തില്ല കേട്ടോ. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇതുപോലെ നന്നായിട്ട് അതിനകത്ത് വെള്ളം വരും. അതിൽ തന്നെ മീൻ പാകത്തിന് വെന്തോളൂ. ഇതിന് സ്പൂണിട്ട് ഇളക്കോ തിരിച്ചിടോ ഒന്നും ചെയ്യണ്ട. ചെറിയ തീയിൽ ഇതുപോലെ തന്നെ അടച്ചു വെച്ച് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ അടച്ചു വെച്ചൊരു 15 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇതുപോലെ ആയി കിട്ടും. ഒത്തിരി ഡ്രൈ അല്ല, കാണുമ്പോൾ അറിയാലോ, താഴെ കുറച്ച് ഗ്രേവി ഉണ്ട്, അങ്ങനെയാണ് വേണ്ട. അപ്പോൾ ആ തക്കാളിയും സവോളയും വെളുത്തുള്ളിയും എല്ലാം കൂടി ആ ഒരു ഗ്രേവിയിൽ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, പുട്ടിൻ്റെ കൂടെയും ഒരു സൂപ്പർ കോമ്പിനേഷനാണ്. ഞങ്ങളിത് കൂടുതലും പുട്ടിൻ്റെ കൂടെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ മത്തിയ ചാളയൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒഴിച്ചുകറിയായിട്ട് നമ്മൾ ഇന്നൊരു തേങ്ങാപ്പാൽ രസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 1/2 കപ്പ് നല്ല കുറുകിയ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്രഷ് തേങ്ങാപ്പാൽ എടുക്കുന്നതാണ് നല്ലത്. ഇനി ഒരു മൺചട്ടിയോ പാത്രം എന്തെങ്കിലും വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക. ഇത് അമ്മ സ്ഥിരമായിട്ട് പുളിശ്ശേരി രസമൊക്കെ ഉണ്ടാക്കുന്ന മൺചട്ടിയാട്ടോ.
അപ്പോൾ എണ്ണ ഒഴിച്ചൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകിട്ടു, 1/4 ടീസ്പൂൺ ഉലുവ, 1-2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു 6-7 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞതും, ഒരു വലിയ തക്കാളിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഒത്തിരി സമയമൊന്നും വേണ്ട, ജസ്റ്റ് തക്കാളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയാൽ മതി. ഇങ്ങനെ ഒന്നായി കഴിയുമ്പം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, ഏകദേശം ഒരു 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടി, ഇത്രയും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. പൊടികളിലൊന്ന് ഒത്തിരി മൂക്കൊന്നും വേണ്ട, ജസ്റ്റ് നല്ലപോലെ ഒന്ന് വഴറ്റിയാൽ മതി. ഇനി ആവശ്യത്തിനുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. പുളിയുടെ അളവ് എപ്പോഴും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കണം കേട്ടോ, കാരണം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കും എത്രത്തോളം വേണം എന്നുള്ളത്. അപ്പോൾ ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിനുള്ള പുളി 1 കപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അത് പിഴിഞ്ഞൊഴിച്ചതാണ്. അതിൻ്റെ കൂടെ ഏകദേശം ഒരു 1/2 കപ്പ് മുതൽ 1/4 കപ്പ് അളവിൽ വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട്. സാധാരണ രസം വെക്കുമ്പോൾ നിങ്ങൾ ചേർക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അതിനേക്കാളും 1/2 കപ്പ് വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി. കാരണം ലാസ്റ്റ് നമ്മൾ ഇതിനകത്ത് തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനുള്ള കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. കായവും നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കണം. പാകത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് ഒന്ന് തിളച്ച് വന്നാൽ മതി. രസം നമ്മൾ ഒരുപാട് സമയം ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ആദ്യത്തെ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഓഫ് ചെയ്യാം. ഓക്കെ, ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് അടച്ചു വയ്ക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും ഇപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി ഇതിനകത്തേക്ക് 1/2 കപ്പ് നല്ല കുറുകിയ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. നല്ല തിളച്ചുകൊണ്ടിരുന്ന രസമാണല്ലോ, അപ്പോൾ അത് ഓഫ് ചെയ്തതിന് ശേഷം അപ്പം തന്നെ ഈ തേങ്ങാപ്പാൽ ഒഴിച്ചാൽ മതി. ഇനി സ്റ്റൗ ഓൺ ചെയ്യുമൊന്നും വേണ്ട, നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ രസം റെഡി. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഒരു വെറൈറ്റിയാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അതേ ഒരു ബീട്രൂട്ട് തോരനും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കടുക്, വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് ഉഴുന്ന്, ഒരു ടീസ്പൂണോളം ഉഴുന്നിട്ടിട്ടുണ്ട്. ചിലപ്പം അരിയും ചേർക്കാറുണ്ട്, ഈ ചീരത്തോരനൊക്കെ വെക്കുമ്പോൾ ചെയ്യുന്ന പോലെ. ഈ ബീട്രൂട്ട് തോരനൊക്കെ ഉണ്ടാക്കുമ്പോഴും അമ്മ അരി അല്ലെങ്കിൽ കുറച്ച് ഉഴുന്ന് ചേർക്കും. അപ്പോൾ ഒരു വലിയ ബീട്രൂട്ട്, ഒരു സവോള, 1-2 പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഈ ഉഴുന്നൊക്കെ ഒന്ന് ചുവന്ന് വരുന്ന സമയത്ത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതാദ്യം നല്ലപോലെ ഒന്ന് എണ്ണയിൽ വഴറ്റിയിട്ട് അരപ്പ് ചേർക്കും. അപ്പോൾ കുറച്ച് തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, സാധാരണ നമ്മൾ തോരന് അരയ്ക്കുന്ന അതേ കൂട്ട് തന്നെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം അരപ്പിട്ടിട്ട് ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ. അരപ്പിട്ടിട്ട് ഉടനെ തന്നെ ഇളക്കത്തില്ല, ചെറിയ തീയിൽ അടച്ചു വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ആവി വന്നതിന് ശേഷമാണ് വീണ്ടും നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ തോരനൊക്കെ ഓരോരുത്തരും പല രീതിയിലായിരിക്കുമല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അമ്മ ചെയ്യുന്നത് രീതിയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഇത് ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കുമ്പോൾ നമ്മുടെ തോരൻ റെഡി. അപ്പോൾ ഊണ് വിളമ്പാനുള്ള സമയമായി. തേങ്ങാപ്പാൽ രസം, അമ്മയുടെ സ്പെഷ്യൽ കുരുമുളക് മത്തി അല്ലെങ്കിൽ ചാള വറ്റിച്ചത്, ബീട്രൂട്ട് തോരൻ, കുറച്ച് അച്ചാറുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അമ്മ ഉണ്ടാക്കിയ ഊണ് കഴിക്കട്ടെ. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. മത്തി വറ്റിച്ചത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതിനകത്ത് കുറച്ച് ഗ്രേവി ഉണ്ടാവും. അപ്പോൾ അതും മത്തിയും സവോളയും വെളുത്തുള്ളിയും എല്ലാം കൂടെ കഴിക്കാൻ സൂപ്പറാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കാനും മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.